CPI താമരക്കുളം ലോക്കൽ സമ്മേളനം സമാപിച്ചു. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG സന്തോഷ് കുമാറും പൊതുസമ്മേളനം AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോനും ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി താമരക്കുളത്ത് നടന്ന CPI താമരക്കുളം ലോക്കൽ സമ്മേളനമാണ് സമാപിച്ചത്. ആദ്യ ദിവസം പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. താമരക്കുളം ജംഗ്ഷനിൽ നടന്ന പ്രകടനവും പൊതുസമ്മേളനവും AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ഒരു മതനിരപേക്ഷ രാജ്യമായി നിലനിർത്തുവാനും ഈ രാജ്യത്തിന്റെ ഫെഡറലിസവും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വമാണ് എന്ന് ഈ അവസരത്തിൽ നമ്മൾ തിരിച്ചറിയുക. കാരണം രാജ്യം വലിയ വെല്ലുവിളികൾ നേരിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിച്ചാൽ 2014 മുതൽ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാര ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യം ഏറെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. P. അബ്ദുൽ അസീസ് അധ്യക്ഷനായിരുന്നു. പാർട്ടി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി S. സോളമൻ മുഖ്യപ്രഭാഷണം നടത്തി. വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D. രോഹിണി, നേതാക്കളായ N. രവീന്ദ്രൻ, M. മുഹമ്മദ് അലി, B. അനിൽകുമാർ, R. രാജേഷ്, K. N. ശിവരാമപിള്ള, P. തുളസീധരൻ, G. വിജയൻ, P. ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിനിധി സമ്മേളനം പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KG സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. K. ശിവൻ, അശോകൻ പുന്നക്കുറ്റി, ജെബിനിസ BV എന്നിവരടങ്ങിയ പ്രസിഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.